ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. അടുക്കളയിൽ പാത്രങ്ങൾ വീഴുന്ന സൗണ്ട് കേട്ടാണ് ദേവൻ ചാടി എണ്ണീറ്റത്. പണ്ടാരം, സമയമില്ലാത്ത സമയത്ത് വീഴാൻ കണ്ട നേരം. പണിയെടുത്തെന്റെ നടു ഒടിഞ്ഞു. ദേവേട്ടാ, ഇങ്ങോട്ട് വരുന്നുണ്ടോ? ദൈവമേ, രാവിലെ തന്നെ അവൾക്ക് ഇതെന്ത് പറ്റിയോ ആവോ. ദേവൻ മുണ്ടെടുത്തു കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. ദേവനെ കണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ദേവേട്ടാ, ഇതിലൊന്ന് ചോറെടുത്തു വെച്ചേ, ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ, സമയം 9 കഴിഞ്ഞു. ചോറ്റുപാത്രം ദേവന്റെ കയ്യിലേക്ക് കൊടുത്തു പറഞ്ഞുകൊണ്ട് സാന്ദ്ര റൂമിലേക്ക് നടക്കാൻ തിരിഞ്ഞു. അമ്മു, ദേഷ്യമാണോടി എന്നോട്? എന്തിന്? വള പണയം വെക്കാൻ ചോദിച്ചതിന്? ഞാൻ തരില്ലെന്ന് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞില്ലേ ദേവേട്ടാ? 2 മാസമായി ഏട്ടന്റെ ജോലി പോയിട്ട്. സമ്മതിച്ചു. ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാരെ സഹായിച്ചിട്ടുണ്ടല്ലോ. അവരാരും ഇപ്പൊ എന്തേ ഇല്ലേ? അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ, കൂട്ടുകാർ വേണം, എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന്. അന്ന് ഏട്ടൻ പറഞ്ഞു നമുക്കൊരാവശ്യം വരുമ്പോ അവരല്ലേടി ഉണ്ടാവൂ എന്ന്. എന്നിട്ട് ഏട്ടനൊരു ആവശ്യം വന്നപ്പോ എവിടെ? എല്ലാം പോട്ടെ, ഏട്ടനോട് എത്ര തവണ പറഞ്ഞു പോയ ജോലി പോട്ടെ, വേറൊരു ജോലി കിട്ടുന്നവരെയെങ്കിലും എന്തെങ്കിലും പണിക്ക് പോകാൻ. അപ്പൊ ഏട്ടൻ പറഞ്ഞു ജോലി ഇന്ന് റെഡിയാകും, നാളെ റെഡിയാകും എന്ന്. എന്നിട്ട് അതുമില്ല. ഡി, അറിയാ ഏട്ടാ, കുറ്റപ്പെടുത്തുന്നതല്ല. ജോലി ഉണ്ടായിരുന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഏട്ടൻ നോക്കി നടത്തിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് വേണ്ടി വെച്ച സ്വർണം എനിക്ക് എടുത്തു താ, എന്നിട്ട് ഞാൻ തരാം. അല്ലാതെ എന്നോട് ചോദിക്കേണ്ട, ഞാൻ തരില്ല എന്നും പറഞ്ഞവൾ റൂമിലേക്ക് പോയി. അപ്പോഴാണ് അമ്മു എന്ന് വിളി കേട്ട് അവൾ പുറത്തേക്ക് നോക്കിയത്. നോക്കിയപ്പോ അവളുടെ ഏട്ടനാണ്. അളിയൻ എന്തേടി? ഏട്ടൻ ഇവിടെ ഉണ്ട്. എന്താ ഏട്ടൻ പെട്ടെന്ന്? ചെറിയ പരുങ്ങലിൽ അവൾ ചോദിച്ചു. ഒന്നുമില്ല, അവനെ ഒന്ന് കാണാൻ. രാവിലെ വന്നാലല്ലേ കാണാൻ പറ്റൂ. അപ്പോഴേക്കും ദേവൻ അങ്ങോട്ടേക്ക് വന്നു. അളിയനോ? എപ്പോ വന്നു? ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. അമ്മു, നീ ചായ ഇട്. അവളെ നോക്കി ദേവൻ പറഞ്ഞിട്ട് കസേരയിലേക്ക് ഇരുന്നു. അവൾ പോയി എന്ന് ഉറപ്പായതിനു ശേഷമാണ് സംസാരം വീണ്ടും തുടങ്ങിയത്. അല്ല അളിയ, എന്താ അവസ്ഥ? ഇന്നെങ്കിലും എനിക്ക് തരുവോ? ഇതിപ്പോ മാസം 3ആയി. അറിയാം ജോലിയില്ലെന്ന്, പക്ഷെ അതെനിക്ക് അവരോട് പറയാൻ പറ്റൂല. അവർക്ക് പണമാണ് വേണ്ടത്. ഞാൻ കുറെ നോക്കി, കിട്ടണ്ടേ? നോക്കട്ടെ അളിയ, വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ നോക്കാം. നോക്കിയാ പോരാ, കിട്ടണം. അതൊരു താക്കീതായിരുന്നു. ദേവനും അത് മനസ്സിലായി. അപ്പോഴേക്കും അമ്മു ചായയുമായി വന്നു. ചായയും കുടിച്ച് യാത്ര പറഞ്ഞ് സനൂപ് ഇറങ്ങി. അപ്പോഴും ഒരു കണ്ണ് താക്കീത് പോലെ ദേവന്റെ മുഖത്തുണ്ടായിരുന്നു. ദേവേട്ടാ എന്നുള്ള വിളിയാണ് അവനെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത്. ദൈവമേ, എവിടുന്ന് പെട്ടെന്നൊരു 50,000 ഉണ്ടാക്കും? ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. അതും ആലോചിച്ചായിരുന്നു അവൻ റൂമിലേക്ക് ചെന്നത്. ദേവേട്ടാ, ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ഏട്ടന് കൊണ്ടുപോയി പൈസ കൊടുക്കൂ. ഇനി ഏട്ടൻ അതിനായി ഇവിടെ വരാൻ പാടില്ല. ഡി അമ്മു, എനിക്കറിയാം ഏട്ടാ, ദേവേട്ടനോ കുഞ്ഞേട്ടനോ വലുത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. ദേവേട്ടൻ എന്റെ ജീവനാണ്, കുഞ്ഞേട്ടൻ എന്റെ ഏട്ടനാണ്. അല്ലെങ്കിൽ കുഞ്ഞേട്ടനുള്ള മറുപടി ഞാൻ കൊടുത്തേനെ. ഏട്ടന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയിട്ടില്ലേ? ഇനി ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇതെനിക്ക് വേഗം എടുത്ത് തന്നേക്കണം, എപ്പോഴും പറയുന്ന പോലല്ല എന്നും പറഞ്ഞവൾ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ അനു വിളിച്ചായിരുന്നു, നാളെ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ചിരിച്ചുകൊണ്ട് അതും കൂടി പറഞ്ഞവൾ വേഗം പുറത്തേക്ക് പോയി. ദേവൻ ആ വളയിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ഭാര്യ, ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന മനസ്സ്. ചില ടൈമിൽ ഒറ്റയടിക്ക് കൊല്ലാനും തോന്നും. പക്ഷേ സ്വന്തം ഭർത്താവിന്റെ തല എവിടെയും കുനിയാൻ മാത്രം അവൾ സമ്മതിക്കില്ല. അതും മനസ്സിൽ പറഞ്ഞ് ദേവൻ പോകാനായി പുറത്തേക്ക് നടന്നു.